ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോഷ് ആക്ടിൽ നിന്ന് ഇതിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ. വിശാഖ ഗൈഡ് ലൈൻസ് ആർ റിലേറ്റഡ് ടു. വിശാഖ ഗൈഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റിൻ്റെ ഫലമായിട്ട് വന്ന ഒരു ഗൈഡ് ലൈൻസ് ആണ്. സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്, ഷോയിങ് പോണോഗ്രഫി, ഫിസിക്കൽ കോൺടാക്ട് ആൻഡ് അഡ്വാൻസ്, ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ നമ്മുടെ വിശാഖ ഗൈഡ് ലൈൻസ് മെയിൻലി ശരിക്കും പറഞ്ഞാൽ വർക്ക് പ്ലേസിലുള്ള ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിനെ ഡീൽ ചെയ്യുന്നതിനെ പറ്റിയാണ്. പക്ഷേ ഷോയിങ് പോണോഗ്രഫി, ഫിസിക്കൽ കോൺടാക്ട് ആൻഡ് അഡ്വാൻസ് ഇതെല്ലാം നമ്മുടെ പോഷ് ആക്ടിൻ്റെ അകത്ത് പറയുന്നതാണ്. ഇതെല്ലാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെക്ഷൽ ഹരാസ്മെൻറ്റിൽ ഉൾപ്പെടുന്നതാണ് എന്ന ഡെഫിനേഷൻസിൽ, നമ്മുടെ ആക്ടിൻ്റെ ഡെഫിനേഷൻസിൽ പറയുന്നുണ്ട്. ആക്ടിലെ ഡെഫിനേഷൻസിൽ സെക്ഷൽ ഹരാസ്മെൻറ്റിൽ ഇതെല്ലാം വരുന്നതാണ്. അപ്പോൾ ഓപ്ഷനും ഉള്ളതാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. Next question. Who among these can be an aggrieved person under Sexual Harassment of Women at Workplace Act 2013? അപ്പോൾ നമ്മുടെ ഈ aggrieved person ആരാണ്? A woman working in an establishment, a woman visiting a workplace, a student in an educational institution. A woman working in an establishment നമുക്ക് ഡൗട്ടില്ല, അത് അബ്സല്യൂട്ട്ലി പോഷ് ആക്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന aggrieved person ആണ്. അത് മാത്രമല്ല, ഒരു വർക്ക് പ്ലേസ് വിസിറ്റ് ചെയ്ത സ്ത്രീയും അതിൻ്റെ ഭാഗം തന്നെയാണ്. അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു സ്റ്റുഡൻറ്റും അതിൻ്റെ ഭാഗം തന്നെയാണ്. ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ബാധകമല്ല, അതിൻ്റെ ക്രൈറ്റീരിയ ഇല്ല. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓൾ ഓഫ് ദ എബോവ് അല്ലേ ഉത്തരം? അതെ, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ടർ ദ സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ്, പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013, വർക്ക് പ്ലേസ് മീൻസ്, വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ഓർഗനൈസേഷൻ ഫണ്ടഡ് ബൈ ദ ഗവൺമെൻറ്. ശരിയാണല്ലോ, എനി ഓർഗനൈസേഷൻ ഫണ്ടഡ് ബൈ ദ ഗവൺമെൻറ് ശരിയാണ്. ഏതൊരു പ്രൈവറ്റ് സ്ഥാപനം, എനി പ്രൈവറ്റ് ഓർഗനൈസേഷൻ, എനി നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, എനി ഡ്വെല്ലിംഗ് പ്ലേസ്, എല്ലാം ഈ പറയുന്ന ഒരു ഡ്വെല്ലിംഗ് പ്ലേസ്, താമസ സ്ഥലം, അതായത് ഈ വീട്ടു ജോലിക്കാരിയാണ് എങ്കിൽ വീട്ടു ജോലിക്കാരിയുടെ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ആ വീട്ടു ജോലിക്കാരി താമസിക്കുന്ന അല്ലെങ്കിൽ ആ വീട്ടു ജോലിക്കാരി ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, അതൊരു ഡ്വെല്ലിംഗ് പ്ലേസ് അല്ലേ, അതും ശരിയാണ്. ദാറ്റ് മീൻസ് ഇതെല്ലാം ശരിയാണ്, ഈ നാല് കാര്യങ്ങളും ശരിയാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇപ്പോൾ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്, നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞായിരുന്നു. ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത, ഓൺ ചെയ്ത, കൺട്രോൾ ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ ഹോളി ഓർ സബ്സ്റ്റാൻഷ്യലി ഫിനാൻസ് ചെയ്ത ഏതൊരു സ്ഥാപനവും വരുന്നതാണ്, വർക്ക് പ്ലേസിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ എനി പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ നമ്മുടെ ആക്ടിലുള്ള കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ എനി നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, ഇനി എനി ഡ്വെല്ലിംഗ് പ്ലേസ്, ലാസ്റ്റ് നമ്മുടെ ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിൻ്റെ കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സാധനം. അപ്പോൾ അതേപോലെ തന്നെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റേഡിയം, സ്പോർട്സ് കോംപ്ലക്സ്, ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോംസ്, ഇതെല്ലാം ഈ പറയുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും വർക്ക് പ്ലേസിൽ കൂട്ടുന്നതാണ്. ഈവൻ ഒരു എംപ്ലോയി വേറെ ഏതെങ്കിലും ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, എംപ്ലോയർ നൽകിയ ഒരു ഫണ്ടിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ എംപ്ലോയർ നൽകിയ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ പുറത്താണ് ഈ ഒരു എംപ്ലോയി പോയത്. അപ്പോൾ അങ്ങനെ പോയ ഒരു സ്ഥലത്ത് സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിടേണ്ടി വന്നാലും അതും വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹരാസ്മെൻ്റ് ആയിട്ട് കൂട്ടും. അതാണ് 5ൽ പറയുന്ന എനി പ്ലേസ് വിസിറ്റഡ് ബൈ ദ എംപ്ലോയി അറൈസിങ് ഔട്ട് ഓഫ് ഓർ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് including transportation by the employer for undertaking such journey. ഇതിൻ്റെ ഉത്തരം ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A complaint filed by an aggrieved woman under Sexual Harassment of Women at Workplace, Prevention, Prohibition and Redressal Act 2013 shall not be tied by which of the following courts? Judicial Magistrate of First Class, Judicial Magistrate of Second Class, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, നൺ ഓഫ് ദ എബോവ്. ഇപ്പം നമ്മുടെ പോഷ് ആക്ടിൻ്റെ ബേസിസിലുള്ള പ്രൊസീഡിങ്സ് ഏത് കോടതിയിൽ ട്രയൽ നടത്താൻ സാധിക്കത്തില്ല? ഏത് കോടതിയിൽ ട്രയൽ നടത്താൻ സാധിക്കത്തില്ല? ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്സിൽ ട്രയൽ നടത്താൻ സാധിക്കത്തില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. നോ കോർട്ട് ഇൻഫീരിയർ ടു ദാറ്റ് ഓഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. അപ്പം ഇതിന് താഴെ ഒരു കോടതിക്ക് ഈ ഒരു കാര്യം, അതായത് പോഷ് ആക്ടിൻ്റെ പ്രൊവിഷൻസിൻ്റെ ബേസിസിലുള്ള
പ്രൊസീഡിങ്സ് നടത്താൻ സാധിക്കുകയില്ല. കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് ബൈ കോർട്ട് സെക്ഷൻ 27 നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Under the Sexual Harassment of Women at Workplace Prevention, Prohibition and Redressal Act 2013, unorganized sector അസംഘടിത മേഖല in relation to a workplace means an enterprise owned by individuals or self-employment workers and engaged in the production or sale of goods or providing service. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് of any kind whatsoever, and where the enterprise employs workers, the number of workers is less than. എത്ര വർക്കേഴ്സിന് താഴെ ആയിരിക്കണം? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ ഒരു വാല്യൂ ആണ് 20, 10, 25, 50. 10 പേര്. ഈ 10 പേരെന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഓർക്കണം. 10 പേരിന് താഴെ ആവുന്ന സമയത്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ ആയിട്ട് വരുന്നത് കേട്ടോ. 10 പേരാണ് എങ്കിലും അൺഓർഗനൈസ്ഡ് സെക്ടർ ആയി വരത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the purpose of redressing complaints of sexual harassment at workplace, the employer of the workplace is required under provisions of POSH Act 2013 to constitute. അപ്പോൾ നമ്മുടെ ഈ പോഷ് ആക്ടിന്റെ ബേസിസിൽ നമ്മുടെ എംപ്ലോയർ ഏതോ ഒരു കാര്യം, ഈ താഴെ തന്നിരിക്കുന്ന ഏതോ ഒരു കാര്യം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് എന്താണ്? ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി, സെക്ഷൽ ഹരാസ്മെന്റ് എൻക്വയറി കമ്മിറ്റി, വുമൻ സെൽ. അപ്പോൾ നമ്മുടെ എംപ്ലോയർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കമ്മിറ്റി ഏതാ? ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി അല്ലേ? നമ്മുടെ സെക്ഷൻ 4 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി. എവരി എംപ്ലോയർ ഓഫ് എ വർക്ക് പ്ലേസ് shall by an order in writing constitute a committee known as internal complaints committee. ഡിസ്ട്രിക്ട് ഓഫീസർ ആണ് എങ്കിൽ എന്താണ്? ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റി അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് നമ്മുടെ ഈ പറയുന്ന ഇന്റേണൽ കമ്മിറ്റി ഷാൽ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് മെമ്പേഴ്സ് ടു ബി. ഇപ്പം ഇന്റേണൽ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത്? നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സീനിയർ ലെവലിലുള്ള ഒരു എംപ്ലോയി ആയിരിക്കണം. ഇപ്പോൾ ഈ സീനിയർ ലെവലിലുള്ള ഒരു എംപ്ലോയി ഇല്ല എങ്കിൽ ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡിവിഷൻസ് അല്ലെങ്കിൽ സബ് ഡിവിഷൻസിലുള്ള സ്ത്രീകളെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഇനി സബ് ഡിവിഷനിലും അതേപോലെ തന്നെ ഡിവിഷൻസിലും സ്ത്രീകളില്ല എങ്കിൽ ഈ എംപ്ലോയറിൻ്റെ മറ്റ് ഓഫീസുകളിൽ നിന്നുള്ള ആൾക്കാരെ പ്രിസൈഡിംഗ് ഓഫീസറായിട്ട് നോമിനേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നോട്ട് ലെസ് ദാൻ 2 members ഫ്രം എമംഗ്സ്റ്റ് എംപ്ലോയീസ്. ഈ എംപ്ലോയീസിൽ 2 പേരെങ്കിലും എംപ്ലോയീസ് ആയിരിക്കണം കേട്ടോ. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് ശബ്ദമുയർത്തുന്ന 2 പേരായിരിക്കണം. ഇനി അതേപോലെ തന്നെ ഒരാളെങ്കിലും ഒരു NGO ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു അസോസിയേഷൻ്റെ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ മെമ്പർ ആയിരിക്കണം. committed to the cause of women or a person familiar with the issues relating to sexual harassment. അതേപോലെ തന്നെ ഇവരുടെ കാലാവധി എന്ന് പറയുന്ന 3 വർഷത്തിൽ കൂടുതൽ ആവാൻ പാടില്ല. പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെയും മെമ്പേഴ്സിൻ്റെയും കാലാവധി 3 വർഷത്തിൽ കൂടുതൽ ആവാൻ പാടില്ല. ഇത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിലും അതേപോലെ തന്നെ ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റിയിലും ഇതേ 3 വർഷം എന്ന് പറയുന്ന കാലാവധി തന്നെയാണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി? ഈ താഴെ തന്നിരിക്കുന്ന ഏത് നിയമത്തിലാണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ പറ്റി പറയുന്നത്? വിവരാവകാശ നിയമം 2005, കേരള റൈറ്റ്സ് ടു സർവീസ് ആക്ട് 2015, സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013, നമ്മുടെ പോഷ് ആക്ട് 2013. ഇനി ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ഇതിൽ ഏതിലാണ് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ പറ്റി പറയുന്നത്? പോഷ് ആക്ട്, സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In POSH Act, the Internal Complaints Committee should consist of how many women members? Internal Complaints Committeeയിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരിക്കണം? 1/3, 1/3 of 1/2 of total, at least 1/2 of total, at least 1/4 of total members. മുഴുവൻ മെമ്പേഴ്സിന്റെ പകുതി പേരെങ്കിലും സ്ത്രീകളായിരിക്കണം. പകുതി പേരെങ്കിലും, അറ്റ്ലീസ്റ്റ് 1/2 of total members. പകുതി പേരെങ്കിലും, ഈ അറ്റ്ലീസ്റ്റും കൂടെ ഓർത്തോളണേ, പകുതി പേരെങ്കിലും സ്ത്രീകളായിരിക്കണം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. അറ്റ്ലീസ്റ്റ് 1/2 of total members. അടുത്ത ക്വസ്റ്റ്യൻ. 2013 ലൈംഗിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമത്തിന് കീഴിൽ രൂപീകരിച്ച ആന്തരിക പരാതി സമിതിയിൽ, അതായത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ സ്ത്രീകളായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മൊത്തം അംഗങ്ങളിൽ കുറഞ്ഞത് എത്ര പേരുണ്ടായിരിക്കണം?
മൂന്നിൽ 2, ഒരു പകുതി, 4/1, 5/1. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ, ഏറ്റവും കുറഞ്ഞത് ഒരു പകുതി ആൾക്കാരെങ്കിലും സ്ത്രീകളായിരിക്കണം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് എ കറക്റ്റ് അബൌട്ട് പോഷ് ആക്ട്? കറക്റ്റ് ഏതാണെന്നാണ്. The presiding officer and members of the internal complaints committee shall hold office for not exceeding 3 years from the date of their nomination. ശരിയാണ്. 3 വർഷത്തിൽ കൂടുതൽ അവർ ആ പൊസിഷനിൽ ഇരിക്കാൻ പാടുള്ളതല്ല. A presiding officer who shall be a woman employed at a senior level shall be nominated by the concerned state government. സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല, എംപ്ലോയർ ആണ് ചെയ്യുന്നത്. എംപ്ലോയർ അല്ലേ നാമനിർദ്ദേശം ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Any aggrieved woman may make a complaint of sexual harassment at workplace to the internal complaints committee within a period of 1 month from the date of last incident. 1 month അല്ല, 3 മാസം. ഏറ്റവും അവസാനം നടന്ന ഇൻസിഡന്റ് ഇപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റ് ഇൻസിഡന്റ് നടന്ന 3 മാസത്തിനുള്ളിൽ, സീരീസ് ഓഫ് ഇൻസിഡന്റ് ആണെങ്കിൽ അതിൽ ഏറ്റവും അവസാനത്തെ ഇൻസിഡന്റ് നടന്ന 3 മാസത്തിനുള്ളിൽ. അപ്പം അങ്ങനെയാണ് പറയുന്നത് ആക്ടിലോ. ഇതിൽ ഫസ്റ്റ് കാര്യം മാത്രമാണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ഉത്തരം. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈം ഫ്രെയിം ഫോർ മേക്കിംഗ് എ സെക്ഷൽ ഹരാസ്മെന്റ് കംപ്ലൈന്റ് അക്കോർഡിംഗ് ടു ദ സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ്? പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013. അപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ പോഷ് ആക്ട് പ്രകാരം ഒരു ഇൻസിഡന്റ് സെക്ഷൽ ഹരാസ്മെന്റ് നടന്ന് എത്ര നാൾക്കുള്ളിൽ കംപ്ലൈന്റ് നൽകണം, അല്ലെങ്കിൽ കംപ്ലൈന്റിന്റെ ഒരു ടൈം ലിമിറ്റ്, അല്ലെങ്കിൽ അതിനെ പറ്റിയാണ് ഈ ഒരു ചോദ്യത്തിൽ പറയുന്നത്. 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻസിഡന്റ്, 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻസിഡന്റ്, 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻസിഡന്റ് ആൻഡ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻസിഡന്റ്. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് നടന്ന 3 മാസത്തിനുള്ളിൽ കംപ്ലൈന്റ് ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 months. ഇനി ഒരു സീരീസ് ഓഫ് ഇൻസിഡന്റ് ആണ് എങ്കിൽ വിത്തിൻ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസിഡന്റ്. ഇൻസിഡന്റിൽ നിന്നാണ്. ഇവിടെ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തരും. ഫസ്റ്റ് അല്ല, ലാസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് ആക്ട്സ് ആൻഡ് ഐഡന്റിഫൈ ദ ആക്ട്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന ആക്ട്സും സ്ത്രീകളുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ആക്ടുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961 അല്ലേ? സ്ത്രീധന നിരോധന നിയമം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആക്ട് അല്ലേ? ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് 1986 സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആക്ട് തന്നെയാ. സ്ത്രീകൾക്കെതിരെയുള്ള ഒഫൻസ് തടയാൻ വേണ്ടിയുള്ള. പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമമല്ലേ? ഇനി സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ്, പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013, പോഷ് ആക്ട് സ്ത്രീകൾക്ക് അവരുടെ വർക്ക് പ്ലേസിൽ നേരിടേണ്ടി വന്ന സെക്ഷൽ ഹരാസ്മെന്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ ഒരു റിഡ്രസൽ മെക്കാനിസം ആയിട്ട് കൊണ്ടുവന്ന നിയമമാണ്. ഈ പറയുന്ന 4 നിയമങ്ങളും സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഓൾ ഓഫ് ദ എബോവ്. ഇപ്പോൾ ഡി അല്ലേ ഉത്തരം? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ അകത്തുള്ളത്. നന്നായി പഠിക്കുക. താങ്ക്